നമസ്കാരം, STV മൂവി റിവ്യൂയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് ബിജു മേനോൻ, ആസിഫ് അലി എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി ജിസ് ജോയ് സംവിധാനം ചെയ്ത ചിത്രമാണ് തലവൻ. തലവൻ എന്ന ചിത്രം ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു ചിത്രമാണ്. സൺഡേ ഹോളിഡേ, വിജയ് സൂപ്പറും പൗർണമി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ജിസ് ജോയ് എന്ന സംവിധായകന്റെ ഒരു കളം മാറ്റി ചവിട്ടിൽ കൂടിയാണ് തലവൻ. അതുവരെ ഫീൽ ഗുഡ് ചിത്രങ്ങൾ മാത്രമാണ് ജിസ് ജോയ് എന്ന സംവിധായകൻ എടുത്തു വന്നിരുന്നത്. സിനിമയുടെ ഭാഗമായ ഒരു പ്രൊമോഷൻ വീഡിയോയിൽ ആസിഫ് അലി പറയുന്നുണ്ട്, സൺഡേ ഹോളിഡേ എന്ന ചിത്രത്തിൽ മഴപാടും പ്രിയരാഗം എന്ന പാട്ട് എഴുതിയ ജിസ് ജോയ് തന്നെയാണോ ദീപക് ദേവിന്റെ ഹൈ സ്കോറിൽ തലവൻ എന്ന ചിത്രത്തിൽ ഇവൻ തലവന എന്ന പാട്ട് എഴുതിയതെന്ന് വിശ്വസിക്കാൻ പോലും സാധിക്കില്ല എന്നാണ്. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ ജിസ് ജോയ് എന്ന സംവിധായകന്റെ വളരെ വലിയൊരു ട്രാക്ക് മാറ്റം തന്നെയാണ് തലവൻ എന്ന ചിത്രം. മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച് എല്ലാ ഭാഷകളിലും ഇറങ്ങുന്ന ക്രൈം ത്രില്ലർ ചിത്രങ്ങൾ കാണുന്നവരാണ്. വിദേശ ഭാഷയിൽ നിന്ന് ഏതെങ്കിലും ചിത്രത്തിലെ ഒരു സീൻ പോലും മലയാളത്തിൽ ഇൻസ്പയർ ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നോട്ട് ചെയ്യുന്നവരും കൂടിയാണ് മലയാളി പ്രേക്ഷകർ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രേക്ഷകരെ ഒരു ക്രൈം ത്രില്ലർ ചിത്രത്തിൽ എൻഗേജ് ചെയ്യിപ്പിച്ചിരുത്തുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയാണ്. അത്തരം വെല്ലുവിളിയിൽ തലവൻ എന്ന ചിത്രം വിജയിച്ചു എന്ന് നമുക്ക് പരിശോധിക്കാം. ചിത്രം തുടങ്ങുന്നത് തന്നെ ഉദയഭാനു എന്ന് പറയുന്ന റിട്ടയർഡ് DYSP തന്റെ കാലഘട്ടത്തിൽ അന്വേഷിച്ചിരുന്ന കേസുകളെ കുറിച്ച് ഒരു TV പ്രോഗ്രാമിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിലൊരു എപ്പിസോഡിൽ ചെപ്പനം തൊട്ട കേസിനെ കുറിച്ച് സംസാരിക്കുന്നു. ആ കേസിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നമ്മൾ SHO ജയശങ്കറിനെയും SI കാർത്തിക്കിനെയും പരിചയപ്പെടുന്നത്. ആ പോലീസ് സ്റ്റേഷനിലെ രണ്ട് പോലീസുകാരായ ജയശങ്കറും കാർത്തിക്കും തമ്മിലുള്ള ഈഗോ ക്ലാഷിലാണ് ചിത്രം തുടങ്ങുന്നതെങ്കിലും വളരെ വേഗം തന്നെ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചിത്രം ത്രില്ലർ ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. തുടർന്ന് നടക്കുന്ന അന്വേഷണങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രധാന സോൾ. SHO ജയശങ്കറായ ബിജു മേനോനും SI കാർത്തിക്കായി എത്തുന്ന ആസിഫ് അലിയും മികച്ച പ്രകടനം തന്നെ ചിത്രത്തിൽ കാഴ്ചവെക്കുന്നുണ്ട്. ഈ ചിത്രത്തിൽ SHO ജയശങ്കർ എന്ന കഥാപാത്രം നേരിടുന്ന ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. ആ അപ്പ് ആൻഡ് ഡൗൺസ് എല്ലാം വളരെ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെ ബിജു മേനോൻ മനോഹരമാക്കിയിട്ടുണ്ട്. SI കാർത്തിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ തന്നെ 5ഓളം ട്രാൻസ്ഫറുകൾക്ക് ശേഷമാണ് ചെപ്പനംതൊട്ടെ പോലീസ് സ്റ്റേഷനിലേക്ക് കാർത്തിക് എത്തുന്നത്. മേലധികാരികളോട് കൃത്യമായി ധിക്കാരത്തോടു കൂടി സംസാരിക്കുന്ന, സ്വന്തമായി നിലപാടുള്ള, അന്വേഷണങ്ങൾ 100% ആത്മാർത്ഥത കാണിക്കുന്ന കാർത്തിക് എന്ന കഥാപാത്രത്തിന് തിരക്കഥയിൽ തന്നെ കൃത്യമായ ഐഡന്റിറ്റി നൽകുന്നുണ്ട്. ആ ഐഡന്റിറ്റിയെ കൃത്യമായി തന്നെ ആസിഫ് അലി എന്ന നടൻ അനായാസമായി തന്നെ സ്ക്രീനിൽ അവതരിപ്പിക്കുന്നുമുണ്ട്. ഈ ചിത്രത്തിന്റെ പ്രധാന നട്ടൽ എന്ന് പറയുന്നത് ശരത് പെരുമ്പാവൂരും ആനന്ദ് തേവർക്കാട്ടും എഴുതിയ തിരക്കഥ തന്നെയാണ്. സബ് പ്ലോട്ടുകളിൽ ലൂപ്പ് ഹോൾ സൃഷ്ടിക്കാതെ തന്നെ പ്രധാന പ്ലോട്ടിൽ ഗ്രിപ്പിംഗ് ആയി കഥ പറയാൻ തിരക്കഥയ്ക്ക് സാധിക്കുന്നുണ്ട്. കോട്ടയം നസീർ, ദിലീഷ് പോത്തൻ, മിയ, അനുശ്രീ തുടങ്ങിയവരുടെ പ്രകടനങ്ങളും മികച്ചതായിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത് കോട്ടയം നസീറിന്റെ പ്രകടനം തന്നെയാണ്. ചിത്രത്തിലെ ഒരു ക്രൈം സ്വഭാവം നിലനിർത്തുന്നതിൽ കോട്ടയം നസീറിന്റെ കഥാപാത്രത്തിന്റെ പങ്ക് നിർണായകമാണ്. കുറെ നാളുകൾക്ക് ശേഷം ദീപക് ദേവ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തൊരു ചിത്രം കൂടിയാണ് തലവൻ. പല സീനുകളിലും ക്രൈം ത്രില്ലർ ചിത്രത്തിന്റെ പിരിമുറുക്കം കൊണ്ടുവരുന്നതിൽ ദീപക് ദേവിന്റെ പശ്ചാത്തല സംഗീതം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ക്ലൈമാക്സിലേക്ക് എത്തുമ്പം പിരിമുറുക്കം കൂട്ടുന്നതിൽ ദീപക് ദേവിന്റെ പശ്ചാത്തല സംഗീതം വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ചിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു കൊലപാതകം നടക്കുകയും അവസാനത്തെ 10 മിനിറ്റിൽ അതിന്റെ പ്രതിയെ കണ്ടുപിടിക്കുകയും ചെയ്യുന്ന എല്ലാ ക്രൈം ത്രില്ലർ ചിത്രങ്ങളുടെയും ടെംപ്ലേറ്റ് തന്നെയാണ് തലവൻ എന്ന ചിത്രവും പിന്തുടരുന്നതെങ്കിലും ക്ലൈമാക്സിലേക്ക് എത്തുന്നത് വരെ അതിലെ പ്രതി ആരെന്ന് പ്രേക്ഷകന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് തലവൻ എന്ന ചിത്രം ക്രൈം ത്രില്ലർ എന്ന ജോണറിനോട് 100% നീതി പുലർത്തിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുക. തലവൻ എന്ന ചിത്രത്തിലെ ജിസ് ജോയ് എന്ന സംവിധായകന്റെ ട്രാക്ക് മാറ്റത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു കാലത്ത് ഫീൽ ഗുഡ് ചിത്രങ്ങൾ എടുത്തിരുന്ന സംവിധായകനാണ് സത്യൻ അന്തിക്കാട്. സത്യൻ അന്തിക്കാട് അതുപോലെ തന്നെ തന്റെ കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോഴാണ് പിൻഗാമി എന്ന അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ട്രാക്ക് മാറിയൊരു ചിത്രം എടുത്തത്. പക്ഷെ പിൻഗാമി എന്ന ചിത്രം വലിയ വിജയമായിരുന്നില്ല. അതിനുശേഷം അദ്ദേഹം അത്തരമൊരു ജോണറിലും ഒരു സിനിമ എടുക്കുകയും ചെയ്തിട്ടില്ല. അത്തരത്തിലൊരു അവസ്ഥ ജിസ് ജോയ് എന്ന സംവിധായകന് ഉണ്ടാവാതിരിക്കട്ടെ. തലവൻ എന്ന ചിത്രം തിയേറ്ററിൽ തന്നെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടട്ടെ എന്ന് മാത്രം നമുക്ക് പ്രത്യാശിക്കാം.